നമസ്കാരം. പലതും പറയാം ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു വളരെ പോപ്പുലറായ ഒരു പഴയ ഹിന്ദി ചലച്ചിത്ര ഗാനത്തിൻ്റെ വരികളുടെ അർത്ഥം കൂടി അറിഞ്ഞ് നമുക്കൊന്ന് ആസ്വദിക്കാം. 1969 ഇറങ്ങിയ ആരാധന എന്ന ചലച്ചിത്രത്തിലേതാണ് ഈ ഗാനം. ആനന്ദ് ബക്ഷി എഴുതി SD ബർമൻ സംഗീതം കൊടുത്ത് കിഷോർ കുമാർ പാടിയ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഗാനം. ഈ ഗാനത്തിൻ്റെ രംഗചിത്രീകരണം ഇങ്ങനെയാണ്. നോർത്ത് ഇന്ത്യയിലത്തെ വെസ്റ്റ് ബംഗാളിലെ ഒരു ഹിൽ സ്റ്റേഷനായ ഡാർജിലിങ്ങിലേക്ക് വളഞ്ഞു പോകുന്ന റെയിലിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഹിൽ സ്റ്റേഷനിലേക്കുള്ള ടൈപ്പ് ഒരു ചെറിയ ട്രെയിൻ. ആ ട്രെയിനിൽ ഷർമിള ടാഗോർ ഒരു വിൻഡോ സീറ്റിൽ ഇരുന്ന് പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്നു. ഏതാണ്ട് ഈ റെയിൽ പാതയ്ക്ക് പാരലായി തന്നെ ഒരു റോഡും വളഞ്ഞ് ഡാർജിലിങ്ങിലേക്ക് പോകുന്നുണ്ട്. ആ റോട്ടിലൂടെ തുറന്ന ജീപ്പിൽ യാത്ര ചെയ്യുന്നത് ആരാണ്? എയർഫോഴ്സ് പൈലറ്റായ രാജേഷ് ഖന്നയും ഒരു കൂട്ടുകാരനും. അവർ തമ്മിൽ മാനസികമായി മുമ്പേ അടുപ്പത്തിലായിരുന്നിരിക്കണം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന തുറന്ന ജീപ്പിൽ ഇരുന്നും നിന്നുമൊക്കെ ആയിട്ട് കാമുകൻ ആംഗ്യമെല്ലാം കാണിച്ച് ഈ ഗാനം പാടിക്കൊണ്ടിരിക്കണം. കാമുകിയാണെങ്കിൽ ട്രെയിനിൻ്റെ വിൻഡോയിൽ കൂടെ അത്യാവശ്യം റെസ്പോൺസ് എല്ലാം പുറത്തേക്ക് നോക്കി കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഗാനത്തിൻ്റെ വരികൾ നോക്കാം. ഏതാണ് പാട്ടെന്ന് നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. मेरे सपनों की रानी कब आएगी तू, आई रुत मस्तानी कब आएगी तू, बीत जाए जिंदगानी कब आएगी तू, चलिया आ तू चलिया. मेरे सपनों की റാണി, എൻ്റെ സ്വപ്നങ്ങളുടെ രാജ്ഞി, അങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്. നീ എപ്പോൾ വരും? അതായത് കാമുകൻ്റെ കൂടെ പുതിയൊരു ജീവിതം തുടങ്ങാൻ എപ്പോൾ വരും എന്നായിരിക്കണം ഉദ്ദേശിക്കുന്നത്. എൻ്റെ സ്വപ്നങ്ങളുടെ രാജ്ഞി നീ എപ്പോൾ വരും? പിന്നെന്താ വന്നിരിക്കുന്നത്? ആയി രുത്ത് മസ്താനി. രുത്ത് എന്ന് പറഞ്ഞാൽ ഋതുവിനെയാണ് രുത്ത് എന്ന് പറയുന്നത്. ഗ്രീഷ്മം, വർഷം, ശരത്, അങ്ങനെ തണുപ്പ് കാലം, ചൂടുകാലം, കാറ്റുകാലം, മഴക്കാലം, അങ്ങനെ. അതിൽ ഇവിടെ പറയുന്ന ഋതു അങ്ങനെയല്ല പറയുന്നത്. മസ്താനിയുടെ ഋതു മസ്താനി, അതായത് ജോയ്ഫുള്ളായിട്ടുള്ള ആ ഒരു ഋതു വന്നു കഴിഞ്ഞു. അതായത് ആ തമ്മിലുള്ള ഒരു അടുപ്പത്തിനെ കാണിക്കാനാണ് പറയുന്നത്. ജോയ്ഫുള്ളായിട്ടുള്ള ആ ഋതു വന്നു കഴിഞ്ഞു, നീ എപ്പോഴാണ് വരുന്നത്? കബ് ആയേഗി തൂ. ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയായിട്ട് നീ എപ്പോൾ വന്നു ചേരും? അതാണ് ചോദ്യം. ചലിയ ആ തു ചലിയ, വന്നാട്ടെ നീ വന്നാട്ടെ. ഫൂല് സെ ഖിൽക്കെ പാസ് ദിൽക്കെ, ഫൂല് സെ ഖിൽക്കെ, പുഷ്പം വിടരുന്നത് മാതിരി വിടർന്ന മുഖത്തോടുകൂടി. ഫൂല് സെ ഖിൽക്കെ പാസ് ആ ദിൽക്കെ, എൻ്റെ ഹൃദയത്തിനോട് അടുത്തു വാ. ദൂർ സെ മിൽക്കെ ചേൻ ആയേ, ദൂരത്തിരുന്ന് കണ്ട് സമാധാനം അഥവാ സംതൃപ്തി വന്നില്ല. ഈ ചെയിൻ എന്ന് പറയുന്നതിന് നമുക്ക് ഡിക്ഷണറിയിലൊക്കെ നോക്കുമ്പോൾ പലപ്പോഴും മീനിങ് സമാധാനം എന്ന കുറിപ്പ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സമാധാനമല്ല. ഈ പ്രേമത്തിൽപ്പെട്ട ആളുകൾക്ക് ആ ഒരു മനസ്സുഖം അല്ലെങ്കിൽ ഒരു സംതൃപ്തി, ആ ഒരു അർത്ഥത്തിലാണ് ഇതിവിടെ ഉപയോഗിക്കുന്നത്. ചെയിൻ നയായ ഓർ കബ് തക് മുझे തടുപായേഗി തൂ, അതായത് കാമുകിയോട് ചോദിക്കുകയാണ് കാമുകൻ, എത്ര കാലം വരെ എൻ്റെ മനസ്സിനെ ഇങ്ങനെ പീഡിപ്പിക്കും? തടുപ്പാനാന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കാം. അതായത് മനസ്സിനൊരു എന്താ പറയേണ്ട ഒരു ഈ ലവ് അഫെയർ ശരിയാവോ ഇല്ല, അല്ലെങ്കിൽ യെസ് ഓർ നോ പറയുക, ഇതെല്ലാം ചേർന്നിട്ടുള്ളൊരു അത് പറയാത്തോടത്തോളം കാലം ഈ കാമുകൻ്റെ മനസ്സ് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത്. എത്ര കാലം വരെ, എത്രയും പെട്ടെന്ന് യെസ് എന്ന് പറയൂ, എന്തുകൊണ്ടാണ് നീ യെസ് എന്ന് പറയാത്തത്? അപ്പോൾ എത്ര കാലം വരെ ഇങ്ങനെ യെസ് പറയൽ നീട്ടിക്കൊണ്ടുപോകാനാണ് നിൻ്റെ പ്ലാൻ? അതാണ് വരികളുടെ അർത്ഥം വരുന്നത്. प्यार की गलियां
बागों की कलियां सब रंग रलियां पूछ रही है प्यार की गलियां പ്രേമത്തിൻ്റെ വഴികൾ ബാഗോം കി കലിയാം പൂന്തോട്ടത്തിലെ പൂമൊട്ടുകൾ സബ് രംഗ് റലിയ എല്ലാ വർണ്ണപ്രകൃതികളും നാനാവർണ്ണങ്ങളോട് കൂടി ചേർന്ന പ്രകൃതി സബ് രംഗ് റലിയ ഇവരെല്ലാവരും എന്താ ചെയ്യണത് പൂച്ച് രഹി ഹേ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്താ ചോദിക്കണത് ഗീത് പൻഘട്ട് പേ കിസ് ദിൻ ഗായേഗി തു ചോദ്യം ഇതാണ് പൻഘട്ടിൽ നീ എന്ന് പാട്ട് പാടും ഈ പൻഘട്ട് എന്ന് പറയുന്ന ആ ഒരു വേർഡ് എന്താ പറയേണ്ടത് നമുക്ക് ഇപ്പോൾ കേരളത്തിലെ അറ്റ്മോസ്ഫിയർ പറയുകയാണെങ്കിൽ ഇൻ്റർനെറ്റിന് മുമ്പത്തെ കാലം മൊബൈൽ ഫോണിൻ്റെ മുമ്പത്തെ കാലം ടി വിക്ക് മുമ്പത്തെ കാലം ഫോണിൻ്റെ മുമ്പത്തെ കാലം വാഹനങ്ങളുടെ മുമ്പത്തെ കാലം ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ തമ്മിലുള്ള ആ ഒരു നാട്ടുവർത്തമാനങ്ങളെല്ലാം അല്ലെങ്കിൽ പരസ്പരം കഥകൾ കൈമാറുന്ന സ്ഥലം ഏതായിരുന്നു കേരളത്തിൽ കിണറ്റിൻകരയിൽ വർത്തമാനം എന്ന് പറയും അല്ലേ കിണറിൻ്റെ അടുത്ത് വെള്ളം ആ കാലത്ത് പൈപ്പും ഉണ്ടായിരിക്കില്ല അപ്പോൾ വെള്ളം ശേഖരിക്കാൻ വേണ്ടി വീടുകളിൽ നിന്ന് വരുന്ന സ്ത്രീകൾ തമ്മിൽ നാട്ടുവർത്തമാനം പറയുന്നത് ഈ കിണറിൻ്റെ അരികിൽ വെച്ചിട്ടാണ് പക്ഷേ ഈ ഉത്തരേന്ത്യയിൽ അതിൻ്റെ ഒരു സ്റ്റെപ്പും കൂടി അപ്പുറത്ത് വേറൊരു അറ്റ്മോസ്ഫിയർ വരുന്നത് അതായത് കിണർ മാത്രമല്ല കിണറിൽ നിന്ന് വെള്ളം തൊട്ടിയിൽ കളക്ട് ചെയ്ത് വെച്ച് അതായത് കെട്ടിക്കിടക്കുന്ന ഒരു വെള്ളം അതിൽ നിന്നാണ് വെള്ളം കുടത്തിൽ ഗ്രാമീണ സ്ത്രീകൾ കൊണ്ടുപോവുക അപ്പോൾ ആ ഒരു കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൻ്റെ പേരാണ് ഈ പൻഘട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ പൻഘട്ട് മേ ഗീത് ഗാന അപ്പോൾ നമ്മുടെ അവിടുത്തെ ഈ പറഞ്ഞ മാതിരി നാട്ടുവർത്താനം പറച്ചിൽ മാത്രമല്ല അവിടെ ഒരു പാട്ട് പാടൽ കൂടി ഉണ്ട് എന്നാണ് അനുമാനിക്കേണ്ടത് അതൊരു പഴയ ഗ്രാമീണ രീതിയായിരിക്കും ഈ പൻഘട്ടിൽ വന്നു കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ പാട്ട് പാടുക എന്നുള്ളത് അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് നമ്മളൊന്ന് ആലോചിച്ചാലേ മനസ്സിലാവുള്ളൂ അതായത് പൻഘട്ടുമ്പോൾ നീ എന്ന് പാട്ട് പാടും അതായത് ഇവൻ കല്യാണം കഴിച്ച് അവൻ്റെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പതിവുമാതിരി വെള്ളം കളക്ട് ചെയ്യാനൊക്കെ മറ്റേ വീട്ടിലേക്കുള്ള വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടി പോകുമല്ലോ അപ്പോൾ അങ്ങനെയെല്ലാം മുമ്പ് ആ പൻഘട്ടിൽ ഈ ഷർമിള ടാഗോർ അത് ഇവൻ്റെ ഗ്രാമത്തിൽ ചെന്നതിന് ശേഷം പൻഘട്ടിൽ ഇവൻ ഷർമിള ടാഗോർ എന്ന് പാട്ട് പാടും എന്നുള്ളതാണ് ചോദ്യം അത് ബാക്കി എല്ലാവരും ചോദിക്കുക എന്ന് പറയണത് അതൊരു ബ്യൂട്ടിഫുൾ കൺസെപ്റ്റാണ് ആ ഒരു ഒറ്റ ലൈനിൽ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് പൻഘട്ടിൽ എന്ന് നീ പാട്ട് പാടും എന്നാണ് ചോദ്യം ഇനി അടുത്ത വരി നോക്കാം क्या है भरोसा आशिक दिल का और किसी पे ये आ जाए आ गया तो बहुत पछताएगी तू मेरे सपनों की रानी कब आएगी तू ആഷിക് ദിൽക്ക ഒരു അനുരാഗിയുടെ മനസ്സ് ക്യാഹെ ഭരോസ എന്താ ഒരു ഉറപ്പില്ല എന്നാണ് പറയുന്നത് ഒരു അനുരാഗിയുടെ മനസ്സിന് ഒരു ഉറപ്പില്ല അതായത് ചാഞ്ചാടുന്ന മനസ്സാണ് ഈ കാമുകൻ്റെ എന്നായിരിക്കാം ഉദ്ദേശിക്കുന്നുണ്ടാവുക അല്ലാണ്ട് ജനറൽ ട്രൂത്തായിട്ട് പറയണതായിരിക്കില്ല ഈ പർട്ടിക്കുലർ കാമുകൻ്റെ സ്വഭാവം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ചാഞ്ചാടുന്ന മനസ്സായിരിക്കാം അതുകൊണ്ടാണ് ക്യാഹെ ഭരോസ എന്ന് ചോദിക്കുന്നുണ്ടാവുക അപ്പോൾ എന്താ ഒരു ഉറപ്പുള്ളത് മനസ്സിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ് ഓർ കിസി പേ ഏ ആജായേ അതായത് വേറെ ആരുടെങ്കിലും മേലെ ആ മനസ്സ് വന്നാലോ അതായത് ഈ ഷർമിള ടാഗോറിനെ വിട്ടിട്ട് വേറൊരു കാമുകിയെ മനസ്സ് കണ്ടുപിടിച്ചാലോ അതാണ് ചോദിക്കുന്നത് ആ ഗയാത്തോ അങ്ങനെ മനസ്സ് വേറൊരാളെ കണ്ടുപിടിക്കുകയാണെങ്കിൽ തോ ബഹുത് പച്തായി തൂ നീയെ വല്ലാണ്ട് പശ്ചാത്തപിക്കേണ്ടി വരും എന്നാണ് പറയുന്നത് ആ ലൈൻസിൻ്റെ അർത്ഥം എന്താണ് അതായത് ഇവനേമാതിരി ഇത്രയും ഉത്തമനായിട്ടൊരാളെ കൈവിട്ട് പോയി എന്നുള്ള പശ്ചാത്താപം നിനക്ക് വരും അതാണ് വല്ലാണ്ട് പശ്ചാത്തപിക്കേണ്ടി വരും അപ്പോൾ പെട്ടെന്ന് തീരുമാനം എടുത്തോ യെസ് ഓർ നോ അതാണ് ഈ പറയുന്നത് ഒരു സാധാരണ ഒരു സാധാരണ ടൈപ്പ് പാട്ടാണ് എന്നാലും നമുക്ക് വളരെ പോപ്പുലർ നമുക്ക് മലയാളികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനം കൂടിയാണ് അതുകൊണ്ടാണ് ഇതിനെ ഒന്നും വരികളുടെ അർത്ഥം കൂടി അറിഞ്ഞ് നമുക്ക് ആസ്വദിക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചത് അപ്പോൾ ഈ വീഡിയോ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അതുമാതിരി ഈ വീഡിയോ ലൈക്ക് മൈൻഡഡ് ആളുകൾക്ക് ഷെയർ ചെയ്യുകയും വേണം
ഇതേമാതിരി ഗാനാസ്വാദനം വേറെയും നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബ് ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് ഗാനാസ്വാദനം എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് നമ്മൾ ആസ്വദിച്ച എല്ലാ ഗാനങ്ങളും അതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.